നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു ബി സ്കൂളിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ബട്ട് ദെൻ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇതിന് അപ്ലൈ ചെയ്യണോ, എന്താ സംഭവം എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് IIM കാശിപ്പൂർ, അവരുടെ ബിസിനസ് അനലറ്റിക്സ് പ്രോഗ്രാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിസിനസ് അനലറ്റിക്സിന് ഒരുപാട് പുഷ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബി സ്കൂൾസ് ബിസിനസ് അനലറ്റിക്സ് പ്രോഗ്രാം പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ IIM ബാംഗ്ലൂർ റീസെന്റ് 5 years ബാക്ക് കൊണ്ടുവന്നു. PGDBA വളരെ സക്സസ്ഫുൾ ആയിട്ട് IIM കൽക്കട്ട, ISI ആൻഡ് IIT ഖരഗ്പൂർ നല്ല രീതിയിൽ കൊണ്ടുവന്നുണ്ട്. A lot of new IIMs have started their BA programs. ബിറ്റ്സ് അവരുടെ പിലാനി ക്യാമ്പസ് ഒരു BA പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. സോ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ബിസിനസ് അനലറ്റിക്സിന് കുറച്ച് ട്രാക്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് വൺ ഓഫ് ദി ന്യൂ IIMs വിച്ച് ഹാസ് ഓപ്പൺഡ് ബിസിനസ് അനലറ്റിക്സ് പ്രോഗ്രാം ഇസ് IIM കാശിപ്പൂർ. അപ്പൊ ഒരുപാട് പേർക്ക് നിങ്ങൾ കാറ്റ് എഴുതിയ ആൾക്കാർക്ക് മെയിൽ കിട്ടിയിട്ടുണ്ടാവും ഈ പറയുന്ന IIM കാശിപ്പൂറിന്റെ ബിസിനസ് അനലറ്റിക്സ് പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പൊ അതിൽ എന്റെ ഒരു റിവ്യൂ, ആൻഡ് ദിസ് റിവ്യൂ ഇസ് ബേസ്ഡ് ഓൺ വൺ ഓഫ് അവർ സ്റ്റുഡന്റ് പാസ്റ്റ് ഇയർ ഓപ്പൺ ഡേറ്റ് അലുമിനി ഹു ഇസ് പ്രസന്റ്ലി സ്റ്റഡിങ് BA പ്രോഗ്രാം ദർ. ആൻഡ് ആ കുട്ടി ആക്ച്വലി ഷീ ഈസ് എ നോൺ എഞ്ചിനീയർ. അപ്പം ടെക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ പോയിട്ടുള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ് ആണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പൊ നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, ഇഫ് യു ആർ ഹാവിംഗ് റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് വിത്ത് സേ കോഡിംഗ് ഓർ ബിസിനസ് അനലിറ്റിക്സ്, ദെൻ അതൊക്കെ ഇതിന്റെ മുകളിലായിരിക്കും. അതായത് ഈ കുട്ടി പറയുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ആസ് എ നോൺ എഞ്ചിനീയർ തന്നെ പറയുന്ന എക്സ്പീരിയൻസസ് ആണ്. ആൻഡ് ദെൻ അതിന്റെ മുകളിൽ ഇഫ് യു ആർ എൻ എഞ്ചിനീയർ ഓർ ഇഫ് യു ആർ ഹാവിംഗ് സം എക്സ്പീരിയൻസ്, ദെൻ ദാറ്റ് വിൽ ഓൺലി ആഡ് ഓൺ ടു യുവർ എക്സ്പീരിയൻസ്. നല്ലതാവാനേ ചാൻസ് ഉള്ളൂ, താഴോട്ട് പോകാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഒന്ന് ബാച്ച് സൈസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 160 ആണ് ബാച്ച് സൈസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 80 പേരുള്ള 2 ഡിവിഷനായിട്ടാണ് ഇവർ അവരുടെ ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 70% ആൾക്കാരും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. 30% ഫ്രഷേഴ്സ് ഉണ്ട്. അപ്പം ഷീസ് എ ഫ്രഷർ, ആൻഡ് ഫ്രഷേഴ്സിന് പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് മെജോറിറ്റി ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം, അതുകൊണ്ട് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ബട്ട് അതിനൊരു ക്യാപ്പ് വെച്ചിട്ടില്ല. സോ നോൺ എഞ്ചിനീയേഴ്സ് ക്യാൻ ഓൾസോ ഗോ ദർ. ഇതൊരു റിഗറസ് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം ലൈക്ക് PGDBA ബൈ IIM കൽക്കട്ട, ISI ഇതല്ല. ബാക്കിയുള്ള ഇപ്പോൾ IIM ബാംഗ്ലൂരിലാണെങ്കിലും IIM കാശിപ്പൂരിലാണെങ്കിലും ഞാൻ പറഞ്ഞ ബിറ്റ്സ് പിലാനിയിലാണെങ്കിലും ഒക്കെ അവരുടെ ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം കുറച്ചുകൂടെ ലൈറ്റ് ആണ്. കാരണം മറ്റതിൽ ISIയിലൊക്കെ പോയിട്ട്, ISI ഇന്ത്യയിലെ ബെസ്റ്റ് മാത്തമെറ്റീഷ്യൻസ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. അവിടെ പോയി നിങ്ങൾ വൃത്തിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. IIT ഖരഗ്പൂർ പോയിട്ട് നിങ്ങൾ വൃത്തിക്ക് അത്ര ഡെപ്തിൽ നിങ്ങൾ ടെക് പഠിക്കണം. എന്നിട്ട് IIM കൽക്കട്ട പോയി ബിസിനസ് പഠിക്കണം. ആ ഒരു ലെവൽ ഓഫ് റിഗർ ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ല. സോ ഇറ്റ്സ് അക്കാഡമിക്കലി ലിറ്റിൽ ബിറ്റ് ലൈറ്റ്. നോൺ എഞ്ചിനീയേഴ്സ് പോയാലും അവിടെ നിന്ന് എല്ലാം ബേസിക്സിൽ നിന്നാണ് ഈ പറയുന്ന പൈത്തണും ആറും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മെയിൽ വന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് നോട്ട് എൻ ഇന്റർവ്യൂ കോൾ. ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിൽ PGDBA രജിസ്ട്രേഷൻ, ഐ മീൻ അവരുടെ ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള മെയിലാണ്. അപ്പൊ ഈ രജിസ്ട്രേഷന്റെ മെയിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ച് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ഇന്റർവ്യൂ കിട്ടുമെന്ന് ഒരു നിർബന്ധമില്ല. IIM കാശിപ്പൂറിന്റെ വെബ്സൈറ്റിൽ പോയാൽ അവരുടെ കോമ്പോസിറ്റ് സ്കോർ കാൽക്കുലേറ്റർ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കോമ്പോസിറ്റ് സ്കോർ കട്ട് ഓഫ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ നോക്കുക. വാട്ട് ഐ തിങ്ക് ഈസ് ലൈക്ക് അറൌണ്ട് 80% ഉള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനും ഒരു 70% ഉള്ള ഒരു OBC കാൻഡിഡേറ്റ് സ്റ്റുഡൻസിനും പിന്നെ SC ST ആണെന്നുണ്ടെങ്കിൽ ഒരു 50-55% ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 10th 12th ഒക്കെ ഡീസൻ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു കോളേജാണ്. മേ ബി ഈവൻ ബിലോ. പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചും നിങ്ങളുടേതായ കുറച്ച് റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇഫ് യു ആർ ഹാവിംഗ് മണി ടു സ്പെൻഡ്, ദെൻ ഈവൻ an OBC candidate 65% can consider applying. Not sure about converting, but 70% will be a safe thing. 70% ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചാൻസ് ആർ ഹൈ ദാറ്റ് യു വിൽ ഗെറ്റ് an interview call എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പറയാനുള്ളത് പ്ലേസ്മെന്റ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം IIM കാശിപ്പൂരിലെ ഇപ്പൊ പല പ്രോഗ്രാംസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രല പ്ലേസ്മെന്റ് ആയിരിക്കില്ല. ഇപ്പം IIM ഇൻഡോറിലെ HR പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുന്നവരോടും ഞാൻ പറയുന്ന ഒരു പ്രശ്നം, പ്രോഗ്രാം ഈസ് ആക്ച്വലി ഗുഡ്. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് PGP സ്റ്റുഡൻസ് അതിൽ വലിയ ഡിഫറൻസിയേഷൻ ഇല്ലാതെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരിക്കാം, ഒരേ വേദികൾ പങ്കിടാം, ഒരേ ഹോസ്റ്റലിൽ നിങ്ങൾ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും റൂംമേറ്റ്സ് ആയിരിക്കും. യു മൈറ്റ് ബി ആൻ PGP സ്റ്റുഡന്റ്, അതർ വൺ മൈ ബി ആൻ HR സ്റ്റുഡന്റ്. സോ അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ലേണിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പ്രശ്നമില്ലെങ്കിലും പ്ലേസ്മെന്റ് സെപ്പറേറ്റ് ആണ്. HR-നാകെ 40 ബാച്ച് സൈസ് ഉള്ളൂ IIM ഇൻഡോറിൽ. സോ ദാറ്റ്സ് ലൈക്ക് എ സെപ്പറേറ്റ് പ്രോഗ്രാം ഇൻ ഇറ്റ് സെൽഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബാക്കി പ്ലേസ്മെന്റ്സിന് ഇപ്പം മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻസിനൊക്കെ വരുന്ന ടോപ്പ് കമ്പനീസിന്റെ പ്ലേസ്മെന്റ്സിന് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അവർ കൊണ്ടുവരുന്ന
HR കമ്പനീസിന് മാത്രമേ അവർക്ക് ഇരിക്കാൻ പറ്റൂ. പക്ഷേ ഈ പൂൾ പ്ലേസ്മെന്റ് ആകുമ്പോൾ ഇപ്പോൾ IIM ലക്നോയുടെ ABM പ്രോഗ്രാം ആഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഇറ്റ്സ് എ പൂൾ പ്ലേസ്മെന്റ്, പൂൾ പ്ലേസ്മെന്റ് വിത്ത് ദി PGP സ്റ്റുഡൻസ്. സോ അങ്ങനെ വരുന്ന സമയത്ത് അത്ര വലിയ റിസ്ക് ഇല്ല. കാരണം അവരുടെ കുറെ ചില കമ്പനീസ്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യുവർ പ്ലേസ്മെന്റ് കമ്മിറ്റി ടോക്സ് ടു ദി കമ്പനീസ്. സേ പ്ലേസ്മെന്റ് ഈ കമ്മിറ്റി കമ്പനീസിന്റെ അടുത്ത് പറയാണ് ദീസ് സ്റ്റുഡൻസ് ഓൾസോ ലേൺ ഓൾമോസ്റ്റ് ദി സെയിം സിലബസ് ആസ് ദി PGP സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ even a marketing or a finance role might open for agribusiness management program, and that's what's happening. 90% of the companies open on even to take the other program students. But when it comes to ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ബേസിക്കലി പൂൾ പ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവരുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് ഫിനാൻസ് റോൾസിലോട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്ലസ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആണ് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ 10-15 വർഷത്തിലാണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആസ് എ ഡൊമൈൻ വളർന്നു വന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഗോട്ട് റിയലി പോപ്പുലർ. എ ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ട് ടു ബി PMs വിത്ത് കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ്, മറ്റേത് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പുഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ PM എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഈസ് നോൺ ആസ് ദി പ്രൊഡക്റ്റ് മാനേജർ ഈസ് നോൺ ആസ് ദി CEO ഓഫ് എ പ്രൊഡക്റ്റ്. സോ അത്രയധികം പുഷ് ശരിക്കും പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആസ് എ ഡൊമൈനിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് റോൾസ് എടുക്കുന്നുണ്ട്. ആൻഡ് അവര് കുറച്ച് ബിസിനസ് അനലിറ്റിക്സിന്റെ ആൾക്കാരെ പ്രിഫറും ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഡാറ്റ അനലിറ്റിക്സ് റോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. SIPയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇത്തവണ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് എനി അതർ ബി സ്കൂൾസ് ഇത്തവണത്തെ സമ്മർ ഇന്റേൺഷിപ്സ് ഒക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഫൈനൽസ് ആവുന്ന സമയത്ത് ഫൈനൽസ് ആസ് ഓഫ് നൗ ഇറ്റ്സ് ഗുഡ് ഫോർ ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ദി കോർ പ്രോഗ്രാം എന്നും പറയാം ചില ആസ്പെക്ട്സിൽ. ബിക്കോസ് ചില കമ്പനീസ് വരുമ്പോൾ ബിസിനസ് അനലിറ്റിക്സ് തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ സ്മോളർ പൂൾ ആൻഡ് ടു ഗെറ്റ് ഇൻ ടു എ കമ്പനി ഫ്രം എ സ്മോളർ പൂൾ ഇസ് സ്ലൈറ്റ്ലി ഈസിയർ. സോ ഏതാണ്ട് ഒരു 18 lakhs വരെയൊക്കെ ഏർണിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് യു ഓൾസോ ഗെറ്റ് എൻ IIM ബ്രാൻഡ്. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. ലൊക്കേഷൻ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ബിക്കോസ് 5 hours ഫ്രം ഡൽഹി ആണ്. അതുകൊണ്ട് പല ഗസ്റ്റ് ലെക്ചേഴ്സും ഒക്കെ ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടായിരിക്കും നടത്തുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സസ്. സോ അവരുടെ പ്ലേസ്മെന്റ് പ്രോസസ്സിനൊക്കെ ക്യാമ്പസ് വരുന്നതിന് വരെ ഒരു ഓൺലൈൻ ആയിട്ടായിരിക്കും പലരും നടത്തുന്നത്. ഗസ്റ്റ് ലെക്ചേഴ്സ് പലരും ഓൺലൈൻ ആയിട്ട് അവരുടെ ക്ലാസ് നടത്തും. കാരണം ഇത്രയും ഒരു ദൂരം ഉള്ളതുകൊണ്ട്. പക്ഷേ ദിസ് ഈസ് common for like 90% of the B school. Only 10% B school who are in Mumbai or Delhi or Bangalore or say to a little extent Pune അല്ലെങ്കിൽ കൊൽക്കട്ടയ്ക്കൊക്കെ മാത്രമേ ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ, സിറ്റി അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മിക്കവാറും ഇപ്പോൾ IMK, ഇൻഡോർ ആണെങ്കിലും ടു ആൻ എക്സ്റ്റെന്റ് ഇൻഡോർ കുറച്ചുകൂടെ സിറ്റിയുടെ അടുത്താണ്. ബട്ട് ദെൻ ഈവൻ ദെൻ ഒരുപാട് അങ്ങനെ ഈ പറയുന്ന ഒരു വൈറ്റ് കോളർ ജോബ്സ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒരുപാട് അവിടെ ഇല്ല. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് സേ എ ലോട്ട് ഓഫ് സച്ച് ക്യാമ്പസസ് ഇതെല്ലാം കോമൺ ആണ്. അത്ര അങ്ങോട്ട് ഇൻഡസ്ട്രി കണക്ട് ഉള്ളതല്ല. സോ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ സംസാരിച്ച കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആൻ IIM ആൻഡ് ഇഫ് ദേ വോണ്ട് ടു ഡു ദാറ്റ് ദിസ് ഇയർ definitely this is a great option. She has been telling me great reviews about the program and she also told that വെറുതെ ഇവിടെ വന്നിട്ട് എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതല്ല. ഷീ took part in a lot of activities. അവിടുത്തെ ക്ലബിൽ കയറി അവിടെ വളരെ എഫക്റ്റീവായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും എക്സ്പീരിയൻസും നെറ്റ്വർക്കിങ്ങും മൊത്തം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട്, അതായത് ഇപ്പം മലയാളികളുടെ കൂടെ മാത്രം നടക്കാതെ അങ്ങനെയുള്ള ഒരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് ആസ് എ പേഴ്സൺ ആസ് എ പ്രൊഫഷണൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഷീ ഹൈലി റെക്കമെൻഡ് ദി പ്രോഗ്രാം. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ IIM, so she is respecting that call as well. And if you are ready to make use of the opportunities, then highly recommend. ആൻഡ് എൻ്റെ ഒരു 2 cents പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും പുള്ളിക്കാരി പറഞ്ഞതുമായിട്ട് ഹൈലി ഞാൻ റെസണേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ജനറൽ MBA നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ജനറൽ MBA ആണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷവും കൂടി ഇല്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ UG ഓൾറെഡി ഒരു IIT, BITS or NIT or a top level institution അല്ല. ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ലൈക്ക് ഒരു 4 to 6 LPA ജോബ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ definitely it's a great option because നല്ല രീതിയിൽ നിങ്ങൾക്ക് കരിയർ ജമ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ബിസിനസ് അനലിറ്റിക്സ് ഷുഡ് എക്സൈറ്റ് യു ഡെഫിനറ്റ്ലി. Even if you are like okay indifferent to business analytics and if you are like you can give it a try and you feel like okay this might be interesting, then even that works. So ഇതാണ് എനിക്ക് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം അറ്റ് IIM കാശിപൂരിനെ കുറിച്ച് പറയാനുള്ളത്. സോ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് മെയിൽ കിട്ടിയവർക്ക് മെയിൽ കിട്ടിയിട്ടുണ്ടാവും. മെയിൽ കിട്ടാത്തവർക്കും വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം. ഇറ്റ്സ് ആൻ ഓപ്പൺ രജിസ്ട്രേഷൻ, എനിവൺ ക്യാൻ രജിസ്റ്റർ. പക്ഷേ ഇത് ഇന്റർവ്യൂ കോൾ അല്ല ഇപ്പം വന്നിരിക്കുന്നത്. ഇനി രജിസ്റ്റർ ചെയ്യുന്ന പൂളിൽ നിന്ന് മാത്രമേ അവർ ഇന്റർവ്യൂവിന് കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അപ്ലൈങ് ഫോർ ദിസ് കോളേജ് ഡെഫിനറ്റ്ലി ഡു അപ്ലൈ, ഡെഫിനറ്റ്ലി ഡു ഗിവ് ഇറ്റ് എ ഷോട്ട്. എന്തായാലും ഇറ്റ്സ് ആൻ IIM കോൾ. സോ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസിനെങ്കിലും
നിങ്ങൾ ഹാഫ് മൈൻഡഡ് ആണെങ്കിലും ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ടു രജിസ്റ്റർ. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.